ഇങ്ങനെ അങ്ങോട്ട് സ്മാർട്ടായി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എവിടെ പോകുന്നു പറ. ഞങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചൂടെ? കല്യാണം കഴിച്ചോട്ടെ. വിൽ യു മാരി മീ? ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങിയല്ലേ? ലുക്ക്, ഐ ലവ് യു. നിന്നെ വേണം. കല്യാണം കഴിച്ച് കൂടെ ജീവിക്കാനായി. ഈശ, ഈശ, അവള് മറ്റൊരാളുടെ കുഞ്ഞ. എന്താണെങ്കിലും നാളെ നമ്മൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ അതിന് ഈശ എങ്ങനെ ഒരു തടസ്സമാകും? എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം. സത്യം, ഐ ആം സോറി. ഞാൻ ആ ഈശ ഉദ്ദേശിച്ചില്ല. നിന്റെ കുഞ്ഞ് തന്നെയാ. നീ ജന്മം കൊടുത്തവൾ. അങ്ങനെയാണെങ്കിൽ അവൾ എൻ്റേതുവാ. അവൾ നമ്മുടെ മകളായിട്ട് കൂടെ ഉണ്ടാകും. അന്ന് കോടതിയിൽ വെച്ച് അവളെ നീ എൻ്റെ കയ്യിൽ തന്നില്ലേ? അന്ന് മുതൽ എന്തോ അവളെ നല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി പല പല സ്കൂളുകളിൽ കയറിയിറങ്ങേണ്ടതായി വരും. ഞാൻ പോകും, മടിക്കാതെ. നിന്റെ കാര്യം, ഈഷയുടെ പഠിത്തം കഴിഞ്ഞാൽ ഉടനെ ഹയർ സ്റ്റഡീസിന് വിദേശത്ത് പോകണമെന്ന് പറഞ്ഞാൽ ആദ്യം അവൾ പോകാൻ അനുവദിക്കരുത്. നിർബന്ധം പിടിക്കുകയാണെങ്കിൽ കുറച്ച് പണം ചേർത്ത് വെച്ച് ഇന്ന് മുതൽ അവളെ അയക്കാൻ നോക്കാം പഠിക്കാനായിട്ട്. ശമ്പളം മാത്രമേ ഉള്ളൂ എന്നറിയാലോ. വേറൊന്നും ഞാൻ വാങ്ങാറില്ല. എനിക്ക് വാങ്ങാനും കഴിയില്ല. അതുകൊണ്ട് നിന്റെ ഹെൽപ്പും വേണ്ടി വരും. ഇതൊക്കെ എൻ്റെ ആഗ്രഹം. ഞാൻ ടൗണിൽ നിന്ന് കുറച്ച് ദൂരെ ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് വാങ്ങാൻ വേണ്ടി. വലിയ വിലയൊന്നുമില്ല. എന്നാൽ ഒരു 15 വർഷം കഴിയുമ്പോൾ നല്ല വില കിട്ടും. റിട്ടയർഡ് ലൈഫ് നമുക്കവിടെ കഴിയാം. കടലിലേക്ക് നോക്കി തിരമാലകൾ എണ്ണി പാട്ടും പാടി അങ്ങനെ ഇരിക്കും. വിഷയും അവളുടെ കുഞ്ഞുങ്ങളും കൂടി വന്ന് നമ്മുടെ കൂടെ താമസിക്കും. ഇത്രയൊക്കെ ഞാൻ ചിന്തിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. നീയില്ലെങ്കിലെല്ലാം വേറെ ആരെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. മാത്രമല്ല, നമുക്ക് മറ്റു കുഞ്ഞുങ്ങളും വേണ്ട. ഇഷ മാത്രം മതി. സത്യ, നിന്നെ എനിക്ക് വേണമെന്ന് കരുതി ഞാനിതെല്ലാം വെറുതെ പറയാണെന്നാണ് വിചാരിക്കുന്നേ. സത്യമായിട്ടും പറയാ, ഇഷയല്ലാതെ മറ്റൊരു കുഞ്ഞും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. പിന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. ഒരുത്തനുണ്ടായിരുന്നു. അവന്റെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. ഇവള് ജനിക്കാൻ വേണ്ടി പോലും അവൻ കാത്തു നിന്നില്ല. നിങ്ങളാണെങ്കിൽ അതുകൊണ്ട് തന്നെ പറഞ്ഞത്. സമ്മതിച്ചൂടെ? ഇതിൽ കൂടുതൽ നിന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല. കാരണവന്മാരാരെങ്കിലും വീട്ടിലുണ്ടോ എന്ന് നോക്കാം. ബേബി ഗേൾ, ഇഷമോളൊരു കാര്യം ചെയ്യൂ. ഈ അമ്മയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഈ നിൽക്കുന്നയാളെ കല്യാണം കഴിക്കാനായിട്ട് പറയൂ. ഓഫ് കോഴ്സ്. നിങ്ങൾക്ക് റെഡിയാകേണ്ടതല്ലേ? ഇവള് ഭയങ്കര കുസൃതിയാട്ടോ. അതുകൊണ്ടല്ലേ അവളെ എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. എനിക്കൊരു 10 മിനിറ്റ് മതി റെഡിയാവാൻ. ഇവൾ എഴുന്നേൽക്കും മുമ്പേ ഞാൻ റെഡിയാകും. നിനക്ക് റെഡിയാവാൻ ഒത്തിരി സമയം വേണമായിരിക്കും. ഇവൾ എൻ്റെ കൈ തന്നെ ഇരിക്കട്ടെ. ആ ഡ്രസ്സെല്ലാം കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഓക്കെ. ഷീൽ ബി ഫൈൻ. ഒന്ന് എഴുന്നേൽപ്പിച്ചാൽ മതി. ബാക്കി കാര്യം അവൾ നോക്കിക്കോളും. ഗുഡ്. ഞാൻ അവളെ ഒരുക്കി കൊണ്ടുവരാം. ഐ വാണ്ട് ടു. നമുക്ക് രാവിലെ കാണാം. ഓക്കെ. കല്യാണം. പറയേ. നിങ്ങളോടൊപ്പം ഉണ്ടാകണം. എന്നേക്കും നിങ്ങളോടൊത്ത് ജീവിക്കണം. കാത്തിരിക്കാൻ പറ്റുമെന്നറിയില്ല. ഈ ഒരു രാത്രിയോ? അതിനെന്നെ കൊണ്ടാവും തോന്നുന്നില്ല സത്യ. എൻ്റെ ഒരു പകുതി നിങ്ങളോടൊപ്പം ഉണ്ട്. ബാക്കി പകുതി ഞാനും എത്താം. ഞങ്ങളെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോകൂ. അതെ, വേണ്ട. അച്ഛൻ എപ്പോഴും ഉറങ്ങിക്കഴിഞ്ഞു. അല്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് പെർമിഷൻ വേണോ? ഗുഡ് നൈറ്റ്. ബൈ. സ്വീറ്റ് ഡ്രീംസ്. താങ്ക്സ്.
ഹലോ. ആ പറഞ്ഞോ തുളസി. ഇഷമോളെ, ഞാൻ വരുന്നവരെ വണ്ടി ഇരിക്കണം, റൈറ്റ്? ഞാൻ വേഗം വരാം. സർ, ഇത് ക്രൂരമായി വിട്ടിരിക്കുകയാണ്. ബോഡിയുടെ എല്ലാ ഭാഗത്തും മുറിവുകളുണ്ട്. ഇവരുടെ അച്ഛൻ്റെ ബോഡിയിലും ആഴത്തിലുള്ള മുറിവുകളുണ്ട്. അയാളുടെ മൃതദേഹം വലിച്ചഴച്ച് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു. സർ, ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. പ്ലീസ് ടേക്ക് യുവർ ടൈം. എൻ്റെ ഒരു പകുതി നിങ്ങളോടൊപ്പം ഉണ്ട്. സത്യ, അമ്മയുടെ അടുത്ത് പോകണം. സ്വന്തം എന്ന് പറയാൻ ആരുമില്ലാത്ത ഈ കുരുന്നിനോട് അവളുടെ അമ്മയെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്നെങ്ങനെ പറയും? ഇവക്കതെങ്ങനെ മനസ്സിലാക്കി കൊടുക്കും? ഇഷ ബേബി, മൈ സ്വീറ്റ് ഹാർട്ട്, ഞാൻ പറയുന്നത് മോൾ കേൾക്കണം, ഓക്കെ? അമ്മ ഇനി വരില്ല. ഒരുപാട് ദൂരെയാണ് അവൾ. അമ്മയും വല്യച്ഛനും ഇഷമോളെ എൻ്റെ കൈ തന്നിട്ട് നീ നന്നായി നോക്കണമെന്ന് പറഞ്ഞ് അവർ തിരികെ പോയി. എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. പറഞ്ഞാ നീ സമ്മതിക്കില്ലല്ലോ, അതുകൊണ്ടാ. എന്നാ ഇന്ന് കല്യാണമല്ലേ? ഇന്നലെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണോ പോയത്? Somebody is getting married. Amma is getting married. Isha so lucky. പാട്ട് ഏതാ പാടണ്ടേ? ഓ, അപ്പൊ കല്യാണമില്ലല്ലേ? മോളോട് ഞാൻ എന്താ പറയേഷ? കള്ളം പറയാൻ പാടില്ലെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. കല്യാണം നടക്കില്ല മോളെ. അമ്മ വരില്ല, ഇനി ഒരിക്കലും വരില്ല. ഈശ പിന്നെ ഒരിക്കലും എന്നെ വിട്ടു പോയതേയില്ല. അവൾ അധികം സംസാരിക്കാറില്ല. എന്നാൽ അമ്മയുടെ അടുത്തിരിക്കുന്ന പോലെ എൻ്റെ അടുത്തിരിക്കുമായിരുന്നു, ശാന്തമായി. എൻ്റെ ഹേമാനികയെ കൊന്നതാരാണെങ്കിലും അവനെ കണ്ടുപിടിച്ച് തീർക്കണമെന്നായിരുന്നു എൻ്റെ മനസ്സിലെ. എന്നാൽ ഇഷയെ ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. പോകാൻ പാടില്ലെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഹേമാനിക ഒരിക്കലും അവളെ തനിച്ചാക്കിയിട്ട് പോയിട്ടില്ല. ഏതു നേരവും അവളുടെ കൂടെ തന്നെ.